21 വർഷത്തിനു ശേഷം എ കെ ആന്റണി ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിന്റെ അലയൊലികൾ അവസാനിക്കുന്നില്ല. എ കെ ആന്റണിയുടെ ഭരണകാലത്ത് നടന്ന പോലീസ് നടപടികൾ മുഖ്യമന്ത്രി നിയമസഭയിൽ ഉന്നയിച്ചിട്ടും മറുപടി പറയാത്തതിൽ ന്യായീകരണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും സംസാരിക്കാൻ അവസരമില്ല എന്ന വാദമുയർത്തിയാണ് പ്രതിരോധം. എ കെ ആന്റണിക്ക് പിന്തുണയുമായി മുതിർന്ന നേതാക്കൾ രംഗത്തെത്തി. പ്രതികരണങ്ങൾ കാണാം. കൃത്യമായിട്ടും അദ്ദേഹം പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിനെ പിന്നെ ഈ കാര്യം രണ്ട് വിഷയത്തിലും കേരളം ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്ത കാര്യങ്ങളാണ്. അത് വീണ്ടും വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതാണ്, തങ്ങളുടെ കഴിവുകേടുകൾ, പിഴവുകൾ അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവർ, അത് അംഗീകരിക്കാൻ കഴിയാത്തവർ മറ്റുള്ളവരിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഈ പ്രശ്നം. അതിനുള്ള ചുട്ട മറുപടിയാണ് എ കെ ആന്റണി കൊടുത്തത്. ഈ പഴയ ആയുധമെടുത്ത് തേച്ചു മിനുക്കി പറയാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെ പോലെ ഒരാളിനെ ചേർന്നതാണോ എന്ന് അദ്ദേഹം ആലോചിച്ചാൽ മതി. ഈ അവസാനത്തെ ഈ 30 കൊല്ലം കഴിഞ്ഞ് എ കെ ആന്റണി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ശക്തനായി നിന്ന ആ കാലത്തെ ഒരു കാര്യം എടുത്തുകൊണ്ടുവന്ന് ഇപ്പോഴടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്താ ഇതൊന്നും വിട്ടുപോയത്? അപ്പം ഞങ്ങളതൊക്കെ വെറും രാഷ്ട്രീയ ആയുധമായിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വിനിയോഗിക്കുന്ന ചീള് പ്രയോഗമായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. ഇന്ന് ഒരു സായുധ കലാപത്തിൻ്റെ രൂപത്തിലാണ് ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടായത്. അന്നത് പ്രതിരോധിക്കാൻ UDF നേതൃത്വത്തിൽ തന്നെ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനമാണ് പോലീസ് നടപ്പാക്കിയത്. മുത്തങ്ങ സംഭവത്തിൻ്റെ, ശിവഗിരി സംഭവത്തിലൊക്കെ UDF സ്റ്റാൻഡാണ് ആന്റണി നടപ്പാക്കിയത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിനെക്കുറിച്ച് നടത്തിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. അതല്ലാതെ നിയമസഭയിൽ ആരും പ്രതിരോധിക്കാനില്ലാത്തതുകൊണ്ടല്ല, അദ്ദേഹത്തിനാണല്ലോ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് അറിയാം. അതിനിടെ ശിവഗിരിയിലെ പോലീസ് നടപടിയിൽ എ കെ ആന്റണിയുടെ വാദം ശരിവെച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രംഗത്തെത്തി. കാലഘട്ടത്തിൽ നടന്ന ഇലക്ഷനിൽ പ്രകാശാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സന്യാസിമാർ വിജയിച്ചു വന്നപ്പോൾ അതുവരെ ഭരണം നടത്തിയിരുന്ന ആളുകൾ ഭരണ കൈമാറ്റം നടത്തിയില്ല എന്ന് മാത്രമല്ല, ശിവഗിരിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഹൈക്കോടതി അല്പം ബലം പ്രയോഗിച്ചാണെങ്കിലും അധികാര കൈമാറ്റം നടത്തണം എന്ന് ഗവൺമെൻറ്റിന് നിർദ്ദേശം കൊടുക്കുകയും, പക്ഷേ ശിവഗിരിയിൽ പോലീസ് കയറി, അങ്ങനെ പോലീസ് കയറുന്നതിനുള്ള സാഹചര്യം ആരാണോ സൃഷ്ടിച്ചത്, അധികാര കൈമാറ്റം നടത്താൻ തടസ്സം നിന്ന ആളുകളാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. അന്ന് ഭൂസമരത്തിന് നേതൃത്വം നൽകിയ സി കെ ജാനുവിന്റെ പ്രതികരണവും ഇന്നുണ്ടായി. മുത്തങ്ങ സംഭവത്തിൽ എ കെ ആന്റണി മാപ്പർഹിക്കുന്നില്ല എന്നാണ് സി കെ ജാനു പറഞ്ഞത്. വൈകിയ വേളയിൽ ഖേദം പ്രകടിച്ചതിൽ എന്തായാലും തിരിച്ചറിഞ്ഞല്ലോ, അത് ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായതിൽ, അങ്ങനെ ഉണ്ടായതിൽ എന്താ ഒരു ചെറിയ ആശ്വാസം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങളിലേക്ക് ശരിക്കും പോകണമായിരുന്നു. മരണപ്പെട്ട ആളുകളുടെ പേരിലുള്ള കേസ് തീർന്നു. ഞങ്ങളൊക്കെ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുക. മുത്തങ്ങയിൽ അന്ന് കയറിയിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ ഭൂമി പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്നാൽ വാർത്താ സമ്മേളനത്തെ തുടർന്നുള്ള ചർച്ചകളിൽ നിന്ന് എ കെ ആന്റണി ഇന്ന് അകലം പാലിച്ചു. റണ്ണിങ് കമൻട്രി എൻ്റെ ശൈലിയല്ല. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രതികരണം കൊടുക്കുന്ന ഏർപ്പാട് എനിക്കില്ല. റണ്ണിങ് കമൻട്രിക്ക് ഞാനില്ല. ഇന്നലത്തോട് അധ്യായം ക്ലോസ് ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പറഞ്ഞു ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. ഇടയ്ക്ക് വേണേൽ ഇനി ഉണ്ടാകും. ഏതായാലും ഇലക്ഷൻ മുമ്പുള്ള അവസാനത്തെ അല്ല, ചിലപ്പോൾ ഇനി ഉണ്ടാകാം. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം, 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് എ കെ ആന്റണി ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. അദ്ദേഹം ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, താൻ ഇതെല്ലാം കഴിഞ്ഞ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയി, അത് കഴിഞ്ഞ് മടങ്ങി വന്നു. പക്ഷേ ഈ താൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയി അവിടെ സജീവമായിരിക്കുന്ന കാലഘട്ടത്തിലുമൊക്കെ ഇങ്ങനെ നിരന്തരം ഇത്തരം കാര്യങ്ങളിൽ തനിക്ക് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും ആരും മറുപടി പറഞ്ഞിട്ടില്ല എന്ന ഒരു പരിഭവം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ കാര്യത്തിൽ ഇപ്പോഴും നിയമസഭയിൽ ഇത് ഉണ്ടാകുമ്പോഴും ആരും പ്രതിരോധിച്ചിട്ടില്ല, ആരും മറുപടി പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പരിഭവം കൂടി ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ നേരിട്ടെത്തി ഈ കാര്യങ്ങളിൽ പറയാനുള്ളത് പറഞ്ഞ് ജനം സത്യം അറിയണം എന്ന് പറയുകയായിരുന്നില്ലേ? അദ്ദേഹത്തിന് ഒരു പരിഭവമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് തെറ്റു പറയാൻ കഴിയുമോ?
സ്വാഭാവികമായും AK ആന്റണി എന്താണോ ഉദ്ദേശിച്ചത് ആ നിലയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഈ പ്രതികരണങ്ങൾ കാണുമ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും കഴിഞ്ഞ ഏറെക്കാലമായി AK ആന്റണിയെ ഈ വിഷയത്തിൽ വേട്ടയാടിയപ്പോഴൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഒരു പ്രതിരോധവും തീർത്തിരുന്നില്ല. അതിൽ കോൺഗ്രസ് നേതാക്കളോടുള്ള പരിഭവം തന്നെയാണ് AK ആന്റണി ഇന്നലെ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ആ വിഷയം ചർച്ചയാകാതെ തന്നെ പോകുമായിരുന്നു. ഇന്നലെ മുൻ മുഖ്യമന്ത്രിയായ AK ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചിരുന്നില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത് കാര്യമായ ചർച്ചകൾക്ക് വഴിവെക്കുകയുമില്ലായിരുന്നു. അതിനപ്പുറത്തേക്ക് ആ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ അന്ന് നടന്നത് എന്ത് എന്ന് പറയുകയും ഒപ്പം തന്നെ AK ആന്റണിക്ക് പ്രതിരോധം തീർക്കാനായി രംഗത്തെത്തുകയും ചെയ്യുന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുതന്നെ ആവാം ഒരുപക്ഷെ AK ആന്റണി ഉദ്ദേശിച്ചത്. തന്നെ ഇക്കാലം അത്രയും പിന്തുണയ്ക്കാത്ത കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് തന്നെ ഒരു തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളിലൂടെയും ബൈറ്റുകളിലൂടെയും ഒക്കെ ഒരു പ്രതിരോധം തീർക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അന്നത്തെ KPCC അധ്യക്ഷൻ കൂടിയായിരുന്ന K മുരളീധരൻ ഇന്ന് പറഞ്ഞത് AK ആന്റണി സർക്കാർ അന്ന് നടപ്പിലാക്കിയത് UDFന്റെ മൊത്തം തീരുമാനമാണ്, AK ആന്റണിയുടെ തീരുമാനമല്ല എന്നുള്ളതാണ്. അന്നതൊരു സായുധ കലാപം എന്ന നിലയിലേക്ക് പോയപ്പോഴായിരുന്നു അത് അവിടെ പോലീസ് നടപടി ഉണ്ടായത്. ശിവഗിരിയിലും മറിച്ചല്ല സംഭവിച്ചത് എന്നുള്ളതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സമാനമായി തന്നെ AK ആന്റണി എന്താണോ പറഞ്ഞത് അത് 100% സത്യമാണ്. ആ നിലയിൽ AK ആന്റണിയെ വേട്ടയാടുന്ന ശൈലി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ നിയമസഭയിൽ പ്രതിരോധിക്കാത്തതിന് കാരണം നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആർക്കും പറയാൻ അവസരമില്ല എന്നൊരു വാദം കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉയർത്തിയത്. പക്ഷേ ആ വാദം നിലനിൽക്കുന്നതല്ല. അതിന്റെ കാരണം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ അതിന് പിന്നാലെ പിറ്റേ ദിവസവും നിയമസഭ സമ്മേളിച്ചപ്പോൾ ഈ വിഷയം ചർച്ചയായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെയും നിയമസഭയിൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും അംഗങ്ങൾ മറുപടി പറഞ്ഞിരുന്നില്ല. അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ആ നിലയിൽ പോലും പ്രതിരോധം ഉയർത്തിയില്ല. ഒപ്പം KC വേണുഗോപാലും പറയുന്നത് AK ആന്റണി തന്നെ ക്ലിയറായി കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയും വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ AK ആന്റണിക്ക് പിന്തുണയുമായി മത്സരിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 21 വർഷമായി ഈ നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായപ്പോൾ പ്രതിരോധിക്കാത്ത കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒരൊറ്റ ദിവസം തന്നെ ഇത്രയധികം പ്രതികരണങ്ങൾ നടത്തുന്നു എന്നുള്ളത് AK ആന്റണി വിചാരിച്ചിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള നില കൂടിയാണ്. മാത്രമല്ല ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടണം എന്നുള്ളതായിരുന്നു AK ആന്റണി മുന്നോട്ട് വെച്ച കാര്യം. അതിൽ തന്നെ ഒരെണ്ണം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുന്നതാണ്, മുത്തങ്ങ സംഭവം. അതല്ലാത്ത ശിവഗിരി മാറാട് റിപ്പോർട്ടുകൾ നിയമസഭയുടെ ടേബിൾ ചെയ്യപ്പെട്ടവയാണ്. അത് നിയമസഭാ വെബ്സൈറ്റിൽ ഇപ്പോഴും ഉണ്ട് താനും. ഇക്കാര്യം അറിയാത്തയാളല്ല പലതവണ മുഖ്യമന്ത്രിയായ AK ആന്റണി. അത് പുറത്തുവിടണമെന്ന് പറഞ്ഞതിലൂടെ ആ റിപ്പോർട്ട് കൂടി ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് AK അതാണ് ഏറ്റവും പ്രധാനം. സലീം, ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രത്യേകിച്ച് മുത്തങ്ങ റിപ്പോർട്ടിലൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് എന്നതും അതിൽ ഈ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന തരത്തിലേക്ക് ഈ റിപ്പോർട്ടിൽ ഉള്ളതുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അടുത്ത ദിവസങ്ങളിലാണെങ്കിലും ആ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇപ്പോൾ നിയമസഭയിൽ സംസാരിക്കാൻ അവസരമില്ലാതിരുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും നേതാക്കൾ നടത്താതിരുന്നത് എന്നതിലെ AK ആന്റണിയുടെ ആ പരിഭവം, ആ ചോദ്യം ഒരുപക്ഷെ അത് അവിടെ തന്നെ നിലനിൽക്കും അല്ലേ? ഉറപ്പായും. പ്രത്യേകിച്ചും AK ആന്റണി കേരളത്തിലെ കോൺഗ്രസിന്റെ നിലവിൽ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ എന്നുള്ളത് മാത്രമല്ല, ഒരു കാലത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന ആൾ കൂടിയാണ്. ആ നിലയിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ AK ആന്റണിയെ വീണ്ടും ഈ കാലം വരെയും വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് AK ആന്റണി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുമ്പോൾ ഒരു പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായി വരാതെ ഇരുന്നതും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ AK ആന്റണി, അതായത് ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം AK ആന്റണി മുന്നോട്ട് വയ്ക്കുന്നത് ബോധപൂർവം തന്നെയാണ്. അത് പൊതുമധ്യത്തിലുള്ളതാണ്, അത് നേരത്തെ പുറത്തുവിട്ടിട്ടുള്ളതാണ് എന്ന് AK ആന്റണിക്ക് അറിയാമെങ്കിൽ പോലും ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടണമെന്ന് പറയുന്നത് ആ വിഷയം ചർച്ച ചെയ്യാൻ കൂടിയാണ്. അതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ AK ആന്റണിക്ക് പിഴവ് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന മാറാട് ശിവഗിരി റിപ്പോർട്ടുകളിൽ പറയുന്നത്. പക്ഷേ ആ സമയത്തെ എല്ലാ പാർട്ടിക്കാർക്കും അവിടെ കലാപം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നത് റിപ്പോർട്ടിൽ പറയുന്ന സ്ഥിതിയുണ്ട്. മന്ത്രിസഭാ ഉപസമിതിക്ക് ഉൾപ്പെടെ ചില പിഴവുകൾ പറ്റിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തനിക്ക് പറ്റാത്ത പിഴവ് കൂടെയുള്ള ചിലർക്ക് പറ്റി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും 85-ാം വയസ്സിൽ സ്വയം ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിന് മാത്രം എത്തിയതല്ല AK ആന്റണി. അതിനപ്പുറത്തേക്ക് ഓരോ വാക്കും ഓരോ മൂളലും പോലും ആലോചിച്ച് പറയുന്ന AK ആന്റണി കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത് എന്നത് തീർച്ച. അനുജ, അതാണ് AK ആന്റണി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചയായിരിക്കുന്നത്. അവർ മറുപടി പറയേണ്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.